ജാസ്മിനും അപ്സരയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ? അടിച്ചോ, ഇടിച്ചോ, പല്ല് തെറിപ്പിച്ചോ, പുറത്താക്കിയോ? ഇന്നലത്തെ സംഭവ വികാസങ്ങൾ വല്ലതും നടന്നോ ഇല്ലയോ? പിന്നെ സിജോ, സായി, നന്ദന, ജിൻഡോ ഇവരെല്ലാരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യാണ് നോമിനേഷന്റെ കാര്യം, പെട്ടിയെടുക്കുന്ന കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ സായിക്ക് സിജോയ്ക്കുമാണ് ഭയങ്കര ആഗ്രഹം, നന്ദനയ്ക്കും ഈ വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ ജിൻഡോ ആയിട്ടുള്ള പ്ലാനിങ് ആണ്. ജിൻഡോനെ പറയണോ, ആരെ പറയണം നോമിനേഷൻ? ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ? ഞാൻ ആലോചിക്കുന്നതാണ്. ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നോമിനേഷന്റെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യും. ഇതൊക്കെ ആരും കാണുന്നില്ലയോ എന്തോ. പിന്നെ വേറൊരു സംഭവം കേട്ടോ, കോമഡിയാണ് കേട്ടോ. പ്രമുഖ ആർമി ഗ്രൂപ്പിന്റെ ഗൂഢാലോചന പിടിയിൽ. പക്ഷെ ഞാൻ പേര് പറയില്ല. കാര്യം ആ കണ്ടസ്റ്റന്റിനാണ് നാണക്കേട്. അയ്യേ നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഗൂഢാലോചനയുടെ കാര്യം പറയാമേ. അതാണ് കോമഡി. ഭയങ്കര ഗൂഢാലോചന. അയ്യോ എങ്ങനെ കമന്റ് ഇടണം, എന്നെ ഇതാക്കാൻ വേണ്ടിയുള്ള കമന്റുകൾ അങ്ങനെ ഇടണം, ഇങ്ങനെ ചോദിക്കണം. അതായത് നമ്മളെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഗൂഢാലോചന നടത്തൂലേ നമുക്ക്, ആ രീതിയിലൊക്കെയാണ്. ബോംബ് ഇവിടെ ഇടണം, ബോംബ് അവിടെ ഇടണം, ഇങ്ങനെ ഇട്ടാൽ അങ്ങനെ വരും, അങ്ങനെ ഇട്ടാൽ ഇങ്ങനെ വരും. ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞ നാണമില്ലേ? അയ്യേ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസിലെ ജിൻഡോ തൊട്ട് അവസാനം വരെയുള്ള കണ്ടസ്റ്റൻസിന്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. എല്ലാവരുടെ നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാതെ ഞാൻ ഇരുന്നിട്ടില്ല. എൻ്റെ സീസൺ ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഞാൻ ട്രോള് വരെ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായോ? അത്ര വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിലെ ഏറ്റവും വലിയ ആർമിക്കാരുടെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ആർമിക്കാരുടെ ടോക്സിസിറ്റി ഏറ്റെടുത്തവളാണ് ഞാൻ. അത് ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെയല്ല പറയണത്, ഞാൻ ഏറ്റെടുത്തോണ്ടാണ് പറഞ്ഞത്. അല്ലയോ നിങ്ങൾക്ക് വലിയ ഒന്നുമില്ല. എനിക്ക് ഇതിന്നൊക്കെ കിട്ടിയ ഒരു ആർജവമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്നൊക്കെ കിട്ടിയ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതിലാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് എനിക്കിങ്ങനെ ഞാനിങ്ങനെ റിവ്യൂ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം എനിക്ക് പ്രസന്റ് ചെയ്യണം നിങ്ങളുടെ മുന്നിൽ. അതിനാണ് ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ പ്രസന്റേഷൻ സ്റ്റൈൽ ഇങ്ങനെയാണ്. സോ ഞാൻ ഏറ്റവും വലിയ ആർമിക്കാരും എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വന്നത്. നിങ്ങളെപ്പോലത്തുള്ള ഇത്രയൊന്നും കൊണ്ടുവന്നിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടിടരുതേ കേട്ടാ. ഉള്ള സകല വോയിസും എനിക്ക് കിട്ടി. 3 വോയിസ് ഒന്നുമല്ല, കുറേ കിട്ടിയിട്ടുണ്ട്, കുറേ കേട്ടോ. നിങ്ങൾ അവിടെ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ചർച്ചയല്ല, ഗൂഢാലോചന. ഇങ്ങനെ പറയണം, അങ്ങനെ ചെയ്യണം, അവരെ അങ്ങനെ പറയണം, ഇവളെ ഇങ്ങനെ പറഞ്ഞാലേ അവർക്ക് അവിടെ കൊള്ളുള്ളൂ, ഇവളെ ഇങ്ങനെ കമന്റ് ചെയ്യണം. അയ്യേ ഞാൻ ആ കണ്ടസ്റ്റന്റെ പേര് പറയൂല. കാര്യം അവർക്ക് നാണക്കേടാണ്. നിങ്ങളാണ് അവരുടെ ആർമി എന്നറിയുമ്പോൾ നാണക്കേട്. ആ കണ്ടസ്റ്റന്റിന് നാണക്കേട്. അയ്യയ്യയ്യയ്യ് ഇരുന്ന് അങ്ങ് ഫുൾ വോയിസും എനിക്ക് കിട്ടി. എനിക്ക് കേട്ട് ചിരിയാണ് എനിക്ക് വരുന്നത്, ചിരി. ഇത് ഞാൻ നിങ്ങളോടും കൂടെ ദയവ് ചെയ്ത്, ഇതൊരു വെറും ഷോയാണ്. ഇത് വെറും ഒരു റിയാലിറ്റി ഗെയിം ഷോ. അതിനെ എടുത്തിട്ട് ഇതിനകത്തൊക്കെ വലിയ വലിയ ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടാ ഈ കോൺസ്പിറസിയിൽ. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? അയ്യയ്യ് ഞാൻ ഇന്ന് നടക്കണതിൽ ഇന്ന് ആര് പോസിറ്റീവ്? ഇന്നലെ ജിൻഡോ കളിച്ച്, പക്ഷെ ജാസ്മിനെതിരെ പറഞ്ഞത് തെറ്റ്. ഇന്ന് സിജോ സായിയും കൂടെ അവിടെ നോമിനേഷൻ ഡിസ്കസ് ചെയ്ത് തെറ്റ്. ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് ശരി, ശ്രീധു കാണിക്കണത് തെറ്റ്. ഞാൻ പറയും, ഇനിയും പറയും, ഇനിയും പറയും കേട്ടാ. അവിടെ ഇരുന്ന് കോൺസ്പിറസി ചെയ്തോ, ഗൂഢാലോചന നടത്തിക്കോ. പക്ഷേ നിങ്ങൾ ആരുടെ ആർമിയാണെന്ന് ഞാൻ പറയൂല. കാര്യം അവർക്ക് നാണക്കേടാണ്. അവർക്ക് നാളെ പുറത്തിറങ്ങുമ്പോൾ നാണക്കേടാണ്. നിങ്ങളൊക്കെയാണ് അവരുടെ ആർമി ഗ്രൂപ്പ് എന്ന് അറിയുമ്പോൾ വൃത്തികെട്ട. അയ്യേ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കലും എങ്ങനെ നടത്തണം? എനിക്ക് വേണമെങ്കിൽ ഒക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഇതൊക്കെ കാണിക്കാം. ഞാൻ കാണിക്കൂല. ഞാൻ ഇതുവരെ ഞാൻ ഒരു സ്പോൺസർഷിപ്പ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചെയ്യും, ഇനി ഞാൻ എനിക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ ഞാൻ ചെയ്യലില്ല. ഒരു കമ്മൽ ഇതുപോലെ ഞാൻ എല്ലാ പൈസ കൊടുത്താണ് ഞാൻ മേടിക്കുന്നത്. അതുവരെ എനിക്ക് ഡ്രസ്സ് അയച്ചു തന്നവരുണ്ട്. പക്ഷെ ഞാൻ അവരുടെ ഒരു 10 പൈസ പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഒരു 1 or 2 ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നാരോ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അവരുടെ ഇതുവരെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇത് അവരാണ് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞ് 1 or 2 വേറെ ഒന്നും 10 പൈസ പോലും മേടിക്കാതെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ തൊണ്ട പൊട്ടിച്ച്, എൻ്റെ സമയം കളഞ്ഞ്, എൻ്റെ കഴിവെടുത്ത്, എൻ്റെ ഇത് കളഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് റിവ്യൂ ചെയ്യുന്ന ചാനലാണിത് കേട്ടോ. അതിനകത്ത് ഞാൻ ബിഗ് ബോസിലുള്ള എല്ലാവരെ കുറിച്ചും കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കുറ്റവും പറയും, നല്ലതും പറയും.
നല്ലതും പറയും മോശവും പറയും. അത് എൻ്റെ ഇത് മനസ്സിലായോ? അതിന് എനിക്കെതിരെ അവിടെ നിന്ന് ഗൂഢാലോചന നടത്തിക്കോ, മക്കൾ നടത്തിക്കോ കേട്ടാ, നന്നായിട്ട് നടത്തിക്കോ. എനിക്ക് ഓരോന്നോരോന്ന് വോയിസ് കേട്ട് ഞാൻ ചിരിക്കുകയാണ് കേട്ടാ. സൂപ്പറായിട്ട് നടത്തിക്കോ. ഇത് കേട്ടിട്ട് ഓടും. അയ്യോ ആരുടെ നമ്മുടെ വോയിസ് ഒക്കെ ലീക്കാക്കിയത്? ആര് നമ്മുടെ വോയിസ് ലീക്കാക്കിയത്? ആര്? മനുഷ്യരെ തെറ്റ് ശരി മനസ്സിലാക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരുപാട് പേര്, അവർക്ക് മനസ്സിലാവും. ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ. തെറ്റും ശരിയും നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, മനുഷ്യരായിട്ട് ചിന്തിക്കുന്നത്. ഈ ഒരു വെറും ഗെയിം ഷോയുടെ പേരിൽ ഇത്രമാത്രം ചീപ്പ് പരിപാടി നടത്താൻ നാണോ ഇല്ലേ നിങ്ങൾക്കൊക്കെ? ഇത് വെറും ഒരു ഗെയിം ഷോയാണ്. ഇത് കഴിഞ്ഞ് വന്ന് ഇതിനകത്തുള്ള പല കണ്ടസ്റ്റൻസിനെ എനിക്കും അറിയാം, അവർക്കും അറിയാം. ഇറങ്ങി വന്നിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അവരുടെ തെറ്റും ശരികളും പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുകയും ചെയ്യും. മനസ്സിലായോ? അതിനെയൊക്കെ നിങ്ങൾ എൻ്റെ റിവ്യൂവിൽ നിങ്ങൾ പറഞ്ഞത് ഇന്ന് തെറ്റാണ്, അങ്ങനെയാണ്. അല്ലാണ്ട് എനിക്കെതിരെ ഗൂഢാലോചന നടത്തി കമൻ്റ് ഇടാനല്ല നിങ്ങളുടെ പരിപാടി. ഗൂഢാലോചന നടത്തിയിട്ട് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യാണ്. ഇങ്ങനെ ഇത്രയും കമൻറ്റുകൾ അവരുടെ താഴെ പോകണം. നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. ചിലവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ചിലവർ വെറുതെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ആർമി എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു ഷോ ആയിട്ട് കാണാതെ ഇതിൻ്റെ അകത്ത് ടോക്സിസിറ്റി കയറ്റിയിട്ട് ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരൊന്നും പ്രേക്ഷകരല്ല. പകുതി ആൾക്കാരും ഈ ബിഗ് ബോസ് വരുമ്പോഴാണ് മറ്റുകൾ വരുന്നത്. കുത്തിച്ചൊരിച്ച പോലെ വരും, കമൻ്റ് ഇടും. അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോയി കമൻ്റ് ഇട്ടോളാൻ. അങ്ങനെയാണ് മാസ് അറ്റാക്ക് വരുന്നത്. അപ്പം നിങ്ങൾ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ നടന്നാ എന്ന്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ പറയില്ല, ആ ഒരു കണ്ടസ്റ്റൻ്റെ പേര് ഞാൻ പറയില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. പേര് പറയാനൊക്കെ എനിക്കറിയാം. അപ്പോൾ ജാസ്മിനും അപ്സരയും അവർ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ. അവർ അപ്സരയ്ക്ക് ഇന്നലെ മറ്റേ അടിക്കുന്നു, പല്ലെടുത്ത് കളഞ്ഞൊന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ. എൻ്റെ അടുത്തൊന്നും ചോദിച്ചു, ചേച്ചി എപ്പോഴടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ എനിക്കൊന്നും, ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വഴക്കുണ്ടായിട്ടുണ്ടാവാം, അല്ലാണ്ട് വേറൊന്നും അവിടെ നടന്നിട്ടില്ലാത്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ജാസ്മിൻ അപ്സരയ്ക്ക് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കിട്ടിയത് റമോ അന്യനും അമ്പിയായിട്ട് അഭിനയിക്കാനാണ്. അത് മാക്സിമം അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. എന്നിട്ട് ജാസ്മിനെ പോയിട്ട് അമ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ജാസ്മിൻ മേലെ ഇങ്ങനെ അങ്ങായി. അപ്പോഴത്തേക്കും ആ ചുമരിൻ്റെ സൈഡ് ഒന്ന് തട്ടി. അതായിരിക്കാം പറഞ്ഞത്. എൻ്റെ പൊന്നോ, അതാണ് ഇപ്പം ഞാൻ കണ്ടത്. വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ രണ്ടുപേരും ഇവിടെ പാട്ട് പാടിയിരിപ്പുണ്ട്. ഇനി വല്ലതും വഴക്ക് കിടക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. പിന്നെ സിജോയും സായും ജിൻഡോയും നന്ദനെയൊക്കെ പ്ലാൻ ചെയ്യാണ് അടുത്ത നോമിനേഷനെ കുറിച്ചൊക്കെ. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഈ നോമിനേഷൻ പ്ലാൻ ചെയ്യണത് എത്ര ദിവസമായിട്ട് വരുന്ന പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ വൈൽഡ് കാർഡുകൾ കയറി തൊട്ട് പ്ലാനിങ് നടക്കുന്നുണ്ടല്ലോ ബിഗ് ബോസേ. ഇതൊക്കെ നിങ്ങൾക്ക് പൊളിച്ചടിക്ക് കൊടുത്തൂടെ? ഇനിയിപ്പം സിജോ സായി ജിൻഡോ, ഇനി ജിൻഡോനെ പിടിച്ചിരുത്തിയിട്ട് അടുത്ത വർഷം നിങ്ങളെ നോമിനേറ്റ് ചെയ്യാം. എന്തൊക്കെയാണിത്? നന്ദനയ്ക്ക് എങ്ങനെ പെട്ടിയെടുക്കാം? ഇത് നമുക്ക് ഒരുപാട് പാവപ്പെട്ടവർ നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മറ്റ് ഭാഷകളിലൊക്കെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് ജയിച്ചിട്ടുള്ളത് ഈ ഷോ. പെട്ടിയെടുത്തിട്ടുള്ളതും വളരെ നല്ല. അത് ടാസ്ക് കളിച്ച് പെട്ടിയെടുക്ക്, അല്ലാണ്ട് ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്തിട്ടാണോ പെട്ടിയെടുക്കുന്നത്? അൻസിബയോട് നമുക്ക് മാറി നിൽക്കാൻ പറയാം. അയ്യയ്യയ്യേ, എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആ പെട്ടി വരുമ്പോൾ നിങ്ങൾ സംസാരിക്കും. അല്ലാതെ പെട്ടി വരുന്നതിന് ഒരു മാസം മുന്നേ എന്തിനാ പ്ലാനിങ് പ്ലോട്ടിങ്ങും ചെയ്യുന്നത്? ഇപ്പോഴും അവരവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, സിജോയും സായിയും കൂടെ. ആരൊക്കെ നോമിനേഷനിൽ വരും, നമുക്ക് നീ എൻ്റെ പേരും ഇവൻ്റെ പേരും പറയണ്ട നോമിനേഷനിൽ. ഇതൊക്കെ പ്ലാനിങ് ആണ്, ക്ലിയർ പ്ലാനിങ്. നിങ്ങൾ കാണുന്നില്ലേ ബിഗ് ബോസ്? ഇതൊന്നും ഇത് സിജോ സായി ആരാണെങ്കിലും ഞാൻ പറയും. ഉടനെ പറയും സിജോ സായിനെയും. കഷ്ടം. നമ്മളൊക്കെ ഒരേ ഒന്ന് വന്ന ആൾക്കാരാണ് സിജോ സായി. നമ്മളൊക്കെ യൂട്യൂബേഴ്സാണ്. ഇങ്ങനെയും കുറേ ആർമി ഗ്രൂപ്പുകളിൽ ഇരുന്നുണ്ട്. നിലവാരം പോലും ഇല്ല പറയണേന്. അപ്പോൾ അല്ല, ഞാൻ ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ? നോമിനേഷൻ ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിരുന്ന് നോമിനേഷൻ ഡിസ്കസ് ചെയ്യണം. ഇപ്പോഴും ലൈവ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് പോയി കാണാം. നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യരുത്. സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പം സായി എന്നെ എന്തെങ്കിലും നോമിനേഷനിൽ ഇടുവോ? കാര്യം ഞാൻ പോകത്തില്ലെന്നറിയാം. എന്നാലും ഒന്ന് ഇടുവോ നോമിനേഷനിൽ? ആരെങ്കിലും ഒന്ന് ഇടുവോ? എന്തുവാണ് ഇതൊക്കെ? സത്യം പറഞ്ഞാൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നടാ കണ്ടസ്റ്റൻസ്. സോ ബിഗ് ബോസ് ഇത് അവർ ചെയ്യത്തില്ല. അവർ ഈ നോമിനേഷൻ്റെ എന്നെ പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്താൽ മതി. അവർ ചെയ്യത്തില്ല. നിങ്ങൾ അനുമതി കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് ബിഗ് ബോസേ. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾ അനുമതി കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് മൊത്തം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ പെട്ടിയെടുക്കലൊക്കെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈവൻ കഴിഞ്ഞ സീസണിൽ പോലും അവർ പെട്ടി വന്ന ശേഷമാണ് ഡിസ്കഷൻ തുടങ്ങിയത് നാദിറയുടെ കാര്യത്തിൽ. പെട്ടി വരുന്നതിന് മുന്നേ അവിടെ ഇരുന്ന് നാദിറ നീ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല അവിടെ. ഇത് എത്ര ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലും അടി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇന്നെല്ലാം വൈകും എന്നാണ് ഞാൻ അറിയണത്. എല്ലാം
അവർ കയറുന്നതൊക്കെ വൈകും എന്നാണ് അറിഞ്ഞത്. പതുക്കെ ഇപ്പം മഴയുമാണ്, അവർ നമ്മുടെ വീട്ടുകാരെ കയറുന്നതൊക്കെ വൈകും. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് സായിയുടെ അച്ഛൻ്റെ വീഡിയോ കോളൊക്കെ ഉണ്ട്, അതാണ് ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത്. വീഡിയോ കോളിലൊക്കെ വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരട്ടെ, സായി സന്തോഷമാവട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.